നമ്മൾ AI വെച്ചിട്ട് മനോഹരമായിട്ടുള്ള ഇമേജുകൾ ക്രിയേറ്റ് ചെയ്തു, വീഡിയോസ് ക്രിയേറ്റ് ചെയ്തു. ഇതേ പ്രകാരം തന്നെ മനോഹരമായിട്ടുള്ള സോങ്ങുകളും AI വെച്ചിട്ട് നിർമ്മിക്കാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ അതിനെ കുറിച്ചിട്ടുള്ളതാണ്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത, നമ്മൾക്ക് സോങ് നിർമ്മിക്കാൻ വേണ്ട എല്ലാവിധ കാര്യങ്ങളും ഇൻക്ലൂഡിങ് സോങ് നിർമ്മിച്ചതിന് ശേഷം അത് നമുക്ക് സോഷ്യൽ മീഡിയകളിൽ ഷെയർ ചെയ്യാനുള്ള വീഡിയോസ് അടക്കം ഈ ഒരു ടൂൾ വെച്ചിട്ട് നിർമ്മിക്കാൻ പറ്റും എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ടൂൾ എന്ന് പറയുന്നത് ഗൂഗിൾ ഫ്ലോ മ്യൂസിക് ആണ്. നമുക്ക് ഇതിന്റെ ഓരോരോ കാര്യങ്ങളായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പൊ ഞാനിവിടെ എൻ്റെ ഗൂഗിളിൽ ഗൂഗിൾ ഫ്ലോ മ്യൂസിക് എന്ന് സെർച്ച് ചെയ്തു. നിങ്ങൾ ബ്രൗസറിൽ ഗൂഗിൾ ഫ്ലോ മ്യൂസിക് എന്ന് സെർച്ച് ചെയ്യുക. ആദ്യം വരുന്നത് തന്നെ ഗൂഗിൾ ഫ്ലോ മ്യൂസിക് ആണ്. നിങ്ങൾക്ക് ഇതിന്റെ ലോഗോ കാണാൻ സാധിക്കും. ഗൂഗിൾ ഫ്ലോ മ്യൂസിക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു ഇന്റർഫേസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇതിലെ ഓരോ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഗൂഗിൾ ഫ്ലോ മ്യൂസിക് വെച്ച് നിർമ്മിച്ചതിന്റെ ഔട്ട്പുട്ടുകൾ 2-3 എക്സാമ്പിൾസ് കാണിച്ചു തരാം. തൊട്ട് താഴേക്ക് വന്നാൽ എക്സ്പ്ലോർ എന്നുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട്. എക്സ്പ്ലോറിൽ ഈ ഗൂഗിൾ ഫ്ലോ മ്യൂസിക് വെച്ച് നിർമ്മിച്ചിട്ടുള്ള എല്ലാ സോങ്സുകളും ഇവിടെ കാണാൻ സാധിക്കും. പ്ലേലിസ്റ്റുകളെ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ വീഡിയോസ് എന്നുള്ള ഒരു ബട്ടൺ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ പല വിധത്തിലുള്ള സോങ്ങുകൾ വിത്ത് ബാക്ക്ഗ്രൗണ്ട് എഫക്റ്റുകൾ വെച്ചിട്ടൊക്കെ കാണാറുണ്ട്. അതിൽ മിക്കതും നിർമ്മിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഗൂഗിൾ ഫ്ലോ മ്യൂസിക് വെച്ചിട്ടാണ്. ഈ ഒരു പാട്ട് നോക്കാം. ഇത്തരത്തിലുള്ള ഞാനും ഒന്ന് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. അതും ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് തരാം. ഇത്തരത്തിലുള്ള മനോഹരമായിട്ടുള്ള സോങ് വീഡിയോസ് സിമ്പിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഞാൻ മറ്റൊന്നുകൂടി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് ടേക്കിംഗ് ടൈം. അപ്പം നമ്മൾക്ക് ഓരോന്നായിട്ട് മനസ്സിലാക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോസ് പല ആളുകൾക്കും, അതായത് ബിസിനസ് ഓണേഴ്സിന്, സോങ് മേക്കേഴ്സിന്, അങ്ങനെ പല ആളുകൾക്കും ഇത് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ഇനി നമ്മൾക്ക് ഇതിൻ്റെ ഫങ്ഷൻസ്, ഗൂഗിൾ ഫ്ലോ മ്യൂസിക്കിൻ്റെ ഓരോ ഫങ്ഷൻസും മനസ്സിലാക്കാം. അതിൻ്റെ മുമ്പ് ഞാൻ ഫസ്റ്റ് തന്നെ നിങ്ങളോട് ക്ഷമാപണം നടത്തുകയാണ്. ഞാൻ സോങ്ങുകളെ കുറിച്ച് കൃത്യമായിട്ട് ധാരണ ഇല്ലാത്ത ആളായതുകൊണ്ട് തന്നെ ചിലപ്പോൾ പറയുന്നതിലൊക്കെ ചെറിയ ചെറിയ കുഞ്ഞു കുറവുകൾ ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ ക്ഷമിക്കാം. ഓക്കെ, ആസ്ക് പ്രൊഡ്യൂസർ എന്നുള്ള ഫംഗ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതാണ് നമ്മൾ ChatGPTയിൽ ചാറ്റ് ചെയ്യുമ്പോൾ സമയത്ത്, ജെമിനിയിൽ നമ്മൾ ചാറ്റ് ചെയ്യുന്ന സമയത്തും ഉപയോഗിക്കുന്ന അതേപോലത്തെ ഒരു ചാറ്റ് ഏജന്റ് ആണ് ഇവിടെ. ആസ്ക് പ്രൊഡ്യൂസറിനോട് നമ്മൾക്ക് എന്ത് കാര്യവും സിമ്പിളായിട്ട്, സോങ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യങ്ങളും സിമ്പിളായിട്ട് പ്രോംപ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റും. ഇവിടെ ഇതിൻ്റെ കൂടെ മനസ്സിലാക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇവിടെ ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റെക്കോർഡിംഗ് എന്നുള്ള ഫംഗ്ഷൻ ഉണ്ട്. സപ്പോസ് നിങ്ങളൊരു സോങ് നിങ്ങൾക്ക് പാടിയതിന് ശേഷം ആ സോങ്ങിലേക്ക് വേണ്ട എക്സ്ട്രാ എലമെന്റുകൾ, എഫക്റ്റുകൾ, മ്യൂസിക്കുകളാണ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ റെക്കോർഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പ്രോംപ്റ്റ് കൊടുക്കാം. ഗിവ് മീ ആഡ് റെലവൻറ്റ് സോങ്സ് ആൻഡ് മ്യൂസിക് ആൻഡ് എവറിത്തിങ് എന്ന് നിങ്ങൾക്ക് പ്രോംപ്റ്റ് കൊടുക്കാം. അതേപോലെ തന്നെ ഈ പ്ലസ് ബട്ടണിൽ നമ്മൾ മുമ്പ് റെക്കോർഡ് ചെയ്ത ഓഡിയോസ് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ ഇമേജുകൾ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. സപ്പോസ് നിങ്ങൾ നല്ല മനോഹരമായിട്ടുള്ള വല്ല കലയോ ആർട്ടോ ചിത്രങ്ങളോ രംഗങ്ങളോ നിങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടു. അപ്പം ആ ഒരു പിക്ചർ ബേസ് ചെയ്തിട്ട് ആ പിക്ചറിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ട് ഒരു സോങ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഇമേജ് ഫംഗ്ഷൻ വെച്ചിട്ട് ഒരു ഇമേജ് അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് സോങ്ങുകൾ നിർമ്മിക്കാം. അതേ പ്രകാരം തന്നെ ഇവിടെ നമുക്ക് വോയിസ് മോഡുണ്ട്. നമുക്ക് വോയിസിലൂടെയും ഇതിന് കമന്റ് കൊടുക്കാം എന്നുള്ളതും എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യമാണ്. ഇനി അതേപോലെ തന്നെ പറയേണ്ട 2-3 നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു ഫങ്ഷൻസ് ആണ്. ഒന്ന്, ഇവിടെ സ്പേസസ് എന്നുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട്. അതേപോലത്തെ 2-3 അഡീഷണൽ ഫങ്ഷൻസ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇത് ബിൽഡ് യുവർ സ്പേസസ് എന്നുള്ളത്, അതായത് നമ്മൾക്ക് വേണ്ട ഇൻറ്ററാക്റ്റീവ് ആയിട്ടുള്ള മ്യൂസിക് ബീറ്റ് ബോർഡുകൾ, ബീറ്റ് പാഡുകൾ നിർമ്മിക്കേണ്ടതാണ്. അതിനെക്കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയാത്തത് കൊണ്ടാണ് അതിലേക്ക് ഞാൻ പോവാത്തത്. പക്ഷെ നിങ്ങൾ ഇത്തരത്തിലുള്ള ഇൻട്രസ്റ്റഡ് ആയ ആളുകളാണെങ്കിൽ നിങ്ങൾ ഈ ഒരു സ്റ്റാർട്ടേഴ്സിന് വേണ്ട ഫങ്ഷൻസ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യുന്നത് നന്നാവും. അപ്പം നമ്മൾ ആദ്യ പ്രോംപ്റ്റ് ഇവിടെ കൊടുക്കുകയാണ്. ക്രിയേറ്റ് ആൻ അപ്ബീറ്റ് സൗത്ത് ഇന്ത്യൻ pop song for the local Kerala cafe named Anand Chai and Snacks about a fresh hot tea and പഴംപൊരി. അപ്പോൾ അതേ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സോങ് നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ അഡീഷണൽ 1 more പ്രോംപ്റ്റ് കൂടി കൊടുത്തു. മേക്ക് ദ സോങ് ഇൻ മലയാളത്തിലാണ് സോങ് വേണ്ടത് എന്നുള്ള പ്രോംപ്റ്റ് കൊടുത്തു.
ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പം 2 തരത്തിലുള്ള കോണ്ടെക്സ്റ്റുകളാണ് ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവാം. ഒന്ന്, നിങ്ങൾക്ക് ലിറിക്സ് ആദ്യം ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള പ്രോംപ്റ്റ് കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഈ 2 സിറ്റുവേഷനിലും നിങ്ങൾക്ക് നോർമലായിട്ടുള്ള നമ്മളെ ജെമിനി ഓപ്പൺ ചെയ്യുക. ജെമിനിയിൽ നിങ്ങൾ കുറേ ആളുകൾ ഇപ്പോഴും ശ്രദ്ധിക്കാത്ത, ഉപയോഗപ്പെടുത്താത്ത ഒരു ഫംഗ്ഷനാണ് വോയിസ് റെക്കോർഡിംഗ് ഉണ്ട്. അതായത് നമ്മൾ മലയാളത്തിലും ഇംഗ്ലീഷിലും നമ്മൾക്ക് കൃത്യമായിട്ടുള്ള കമൻറ്റുകൾ വോയിസ് ത്രൂ കൊടുക്കാൻ പറ്റും. അപ്പം നിങ്ങളിത് ഓണാക്കിയിട്ട് എനിക്ക് ഇന്ന ആവശ്യമുണ്ട്, ഈ ഒരു ആവശ്യത്തിനാണ് സോങ് വേണ്ടത്, ലിറിക്സ് ഇന്ന സ്റ്റൈലിൽ വേണം, ഈ ഒരു പാട്ടിൻ്റെ അതേ സ്റ്റൈലിലാണ് ലിറിക്സ് കൊണ്ടുപോകേണ്ടത്, അത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ജെമിനി അല്ലെങ്കിൽ ChatGPT നിങ്ങൾക്ക് വേണ്ട ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രോംപ്റ്റ് നിർമ്മിച്ചു തരും. ആ പ്രോംപ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കും പേസ്റ്റ് ചെയ്യാം. അപ്പോൾ അതൊക്കെ ഓക്കെയാണ്, പ്രോംപ്റ്റ് ഒക്കെ ഓക്കെയാണ്. നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകണം. നമ്മൾ സിമ്പിളായിട്ട് എൻ്റർ കൊടുത്തു. ഈ ഗൂഗിൾ ഫ്ലോ മ്യൂസിക് നമ്മൾക്ക് വേണ്ട 2 സോങ്ങുകൾ ക്രിയേറ്റ് ചെയ്ത് തരാൻ പോവുകയാണ്. എന്നിട്ട് നമുക്ക് ഓരോന്നായിട്ട് ബാക്കിയുള്ള ഓരോ കാര്യങ്ങളായിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. ഏകദേശം 1 മിനിറ്റിന് ശേഷം നമ്മൾക്ക് വേണ്ട സോങ്ങും അതിലേക്ക് വേണ്ട ലിറിക്സും അതിലേക്ക് വേണ്ട സൗണ്ട് എഫക്ട്സും എല്ലാം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം തന്നെ ഇതിൽ വേണ്ട സൗണ്ടുകൾ, ലിറിക്സുകൾ ഇവിടെ താഴെ കാണാൻ സാധിക്കും. വേഴ്സ് 1 ഓക്കെ, ഓരോന്നായിട്ടുണ്ട്. ഇവിടെ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഫംഗ്ഷൻ ഉണ്ടോ? ഇല്ല, അവിടെ എഡിറ്റ് ചെയ്യാനുള്ള ഫംഗ്ഷൻ ഇല്ല. അപ്പോൾ നമ്മൾ ലിറിക്സ് തന്നിട്ടുണ്ട്. തൊട്ട് താഴെ നമുക്ക് രണ്ട് സോങ്ങുകളും സെയിം കോൺസെപ്റ്റിൽ 2 സോങ്ങുകൾ നിർമ്മിച്ച് തന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്നാമത്തെ ഒന്ന് പ്ലേ ചെയ്യാം. അത് കുഴപ്പമില്ലാത്ത രീതിയിൽ സോങ് ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ നമ്മുടെ ലിറിക്സിൻ്റെ ഒരു പ്രശ്നമുണ്ട്, ലിറിക്സ് അക്യുറേറ്റ് അല്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തത് നോക്കാം. രണ്ടാമത്തത് കൂടി പ്ലേ ചെയ്തിട്ട് നമ്മളിവിടെ ഇന്ന രീതിയിലാണ് ഈ ഒരു സോങ് വേണ്ടത് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഈ ഒരു രീതിയിലുള്ള ഒരു ടൈപ്പ് ഓഫ് സോങ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾക്ക് ഇതിൽ വേണമെങ്കിൽ അഡീഷണൽ പ്രോംപ്റ്റുകൾ കൊടുക്കാം. നമുക്കിത് വേണമെങ്കിൽ മേക്ക് ഇറ്റ് എ ജാസി, റൈറ്റ് മോർ ലിറിക്സ്, ആഡ് എ ഫ്ലോട്ട് സോളോ, ആഡ് എ ഫ്ലൂട്ട് സോളോ, ഇങ്ങനെ ഏത് കമൻറ്റുകളും നമുക്ക് എക്സ്ട്രാ കൊടുത്തിട്ട് അതിൽ ചേഞ്ചസ് വരുത്താം. അത്തരത്തിലും നമുക്ക് ഇതിനെ ഇമ്പ്രൂവ് ചെയ്യാം. ഇനി അതിൻ്റെ കൂടെ നിങ്ങൾ അഡീഷണൽ ആയി മനസ്സിലാക്കേണ്ട 2-3-4 ഫങ്ഷൻസ് ഉണ്ട്. അത് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഒന്ന്, നമുക്ക് സിമ്പിളായിട്ട് ഇത് ഡൗൺലോഡ് ചെയ്യാൻ ഇവിടെ ഡൗൺലോഡ് ഫംഗ്ഷൻ ഉണ്ട്. നമുക്ക് ഡൗൺലോഡ് വീഡിയോ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള ഫംഗ്ഷൻ ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഇനി M4 ആയിട്ട്, MP3 ആയിട്ട്, WAV ആയിട്ടൊക്കെ നമുക്കത് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത്, ഇനി ഞാൻ ഇവിടെ ഈ ഒരു പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് റിമിക്സ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് അപ്പം നമ്മൾ ഇപ്പോൾ ഈ ഒരു സോങ് നമുക്ക് ഓക്കെയാണ്, രണ്ടാമത്തെ സോങ് ഓക്കെയാണ്. പക്ഷെ നമുക്ക് തോന്നുകയാണ് ഇതിപ്പോൾ മെയിൽ വോക്കലാണ്, നമുക്ക് ഫീമെയിൽ വോക്കലാണ് വേണ്ടത്. അപ്പം നമ്മൾക്ക് അത് ചേഞ്ച് ചെയ്യാനുള്ള ഫംഗ്ഷൻ ഉണ്ട്. നമ്മൾ ഒന്നുകിൽ ഈ റിമിക്സിൽ ക്ലിക്ക് ചെയ്ത ശേഷം സ്റ്റാർട്ട് എ സെഷൻ കൊടുക്കുക. അപ്പോൾ ആ ഒരു സോങ്, അതായത് നമ്മൾ രണ്ടാമത് കിട്ടിയ സോങ് വെച്ചിട്ടാണ് ഇനി ഇത് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ഒരു പ്രോംപ്റ്റ് കൊടുക്കുകയാണ്, ചേഞ്ച് ദ വോക്കൽ ഫ്രം മെയിൽ ടു ഫീമെയിൽ, ഫ്രം മെയിൽ ടു ഫീമെയിൽ എന്നുള്ള ഒരു പ്രോംപ്റ്റ് കൊടുത്തു. ഇവിടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് ഇവിടെ അഡീഷണൽ ആയിട്ട് നമ്മൾക്ക് ഏകദേശം സാധ്യതയുള്ള കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു തരുന്നുണ്ട്. ഡിഫോൾട്ട് ആയിട്ടുള്ള പ്രോംപ്റ്റുകൾ ഇവിടെ തരുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു എടുത്ത് പറയേണ്ട കാര്യമാണ്. അപ്പം നമ്മൾ ഇവിടെ വോക്കലിന് ഫീമെയിലേക്ക് മാറ്റാൻ പറഞ്ഞു, മെയിൽ വോക്കലിന് ഫീമെയിൽ വോക്കലിലേക്ക് മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ റിസൾട്ട് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. അതിന് നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് തരാം. ആനന്ദിന്റെ ചായക്കട ഫീമെയിൽ വോക്കൽ, നമുക്ക് റിസൾട്ട്, അതായത് സെയിം വോക്കലിനെ സെയിം സോങ്ങിന് അതിൻ്റെ ഫീമെയിൽ വേർഷനിലേക്ക് മാറ്റി തന്നിട്ടുണ്ട്. ഇതാണ് ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. ഇനി നമ്മൾക്ക് സപ്പോസ് തോന്നുകയാണ് ഇതിൻ്റെ ലിറിക്സിൽ ചെറിയ മാറ്റം വരുത്തണം. അപ്പോൾ അതിനും നമ്മൾക്ക് ഇവിടെ ഫംഗ്ഷൻ ഉണ്ട്. ഈ ഒരു 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക, റിമിക്സിൽ ക്ലിക്ക് ചെയ്ത ശേഷം
യൂസ് പ്രോംപ്റ്റ് എന്നുള്ള ഈ ഒരു ഫംഗ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ഇതിന്റെ ഇൻസ്ട്രക്ഷൻസിൽ ഒക്കെ നമ്മൾക്ക് മാറ്റം വരുത്താൻ പറ്റും. എഡിറ്റ് ലിറിക്സ് എന്നുള്ള ഫംഗ്ഷൻ എടുത്ത ശേഷം നമ്മൾക്ക് ഇതിന്റെ ലിറിക്സിൽ മാനുവലായിട്ട് മാറ്റം വരുത്താം. അപ്പം നിങ്ങൾക്ക് ഇവിടെ ചായ വേണ്ട, പഴംപൊരി മതി, പരിപ്പോട് വേണം, അങ്ങനെ എന്തും നിങ്ങൾക്ക് ഇവിടെ സിമ്പിളായിട്ട് മാനുവലായിട്ട് ആ സോങ്ങിന്റെ ലിറിക്സിൽ മാറ്റം വരുത്താൻ സാധിക്കും. അതിനുശേഷം ഡൺ കൊടുത്തിട്ട് ശേഷം ജനറേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ചേഞ്ച് ചെയ്ത ആ ലിറിക്സിനനുസരിച്ചിട്ട് ഇത് പുതിയ സോങ് ക്രിയേറ്റ് ചെയ്ത് തരും. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് വേണ്ട ലിറിക്സിലും മാറ്റങ്ങൾ വരുത്തി തരാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം നമ്മൾക്ക് അവിടെ ലൈനുകൾ ആഡ് ചെയ്യാം, ലൈനുകൾ ഇല്ലത് റിമൂവ് ചെയ്യാം, അങ്ങനെ എന്ത് മാറ്റങ്ങളും വരുത്താൻ പറ്റും എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ഇനി ഇതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത ശേഷം റിമിക്സിൽ വന്നാൽ റീപ്ലേസ് എന്നുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട്. സപ്പോസ് ആ ഒരു സോങ് ഓക്കെ ആണ്, പക്ഷെ നിങ്ങൾക്ക് അതിലുള്ള ഒരു പർട്ടിക്കുലർ സെക്കൻഡിൽ, ഇപ്പോൾ 10 സെക്കൻഡ് മുതൽ 20 സെക്കൻഡിൽ നിങ്ങൾക്ക് ചേഞ്ചസ് വരുത്തണം. അപ്പോൾ ഈ റീപ്ലേസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് എത്രയാണോ എവിടെ നിന്നാണോ റീപ്ലേസ് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾക്ക് എന്ത് ചേഞ്ചസ് ആണ് അതിൽ വരുത്തേണ്ടത് എന്നുള്ളത് പ്രോംപ്റ്റ് ആയിട്ട് കൊടുത്ത ശേഷം ജനറേറ്റ് എന്നുള്ളത് കൊടുക്കുക. അങ്ങനെ ചെയ്താൽ ഇത് കൃത്യമായിട്ട് അവിടെ എന്തൊക്കെ ലിറിക്സ്, എന്താണ് മാറ്റം വരുത്തേണ്ടത്, എന്താണ് റീപ്ലേസ് ചെയ്യേണ്ടത് അത് കൃത്യമായിട്ട് മാറ്റിത്തരും. അതായത് ഒരു സോങ് ഓക്കെ ആയി, പക്ഷെ അതിൻ്റെ ചില സെക്ഷനിൽ നിങ്ങൾക്ക് എഡിറ്റ് വരുത്തണം. അപ്പോൾ അതിനുള്ള ഫംഗ്ഷനും ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം. ഇനി ഇതേപോലെ തന്നെ ഇപ്പോൾ സപ്പോസ് ഇത് നമ്മൾക്ക് സോങ്സ് തരിക 2 മിനിറ്റും 22 സെക്കൻഡിനാണ്. സപ്പോസ് നിങ്ങൾക്ക് തോന്നുകയാണ് ആ ഒരു സോങ് ഒന്നുകൂടി എക്സ്റ്റെൻഡ് ചെയ്യണം, അതിൻ്റെ സമയം ഒന്നുകൂടി കൂട്ടണം. അപ്പോൾ നിങ്ങൾക്ക് ലിറിക്സിൽ വന്ന ശേഷം എക്സ്റ്റെൻഡ് എന്നുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട്. എക്സ്റ്റെൻഡിൽ നിങ്ങൾക്ക് എത്രയാണോ ഇവിടെ കൂട്ടേണ്ടത്, എത്ര സെക്കൻഡാണ് കൂട്ടേണ്ടത്, 5 മിനിറ്റ് ആക്കണോ 4 മിനിറ്റ് ആക്കണോ, അങ്ങനെ നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഫംഗ്ഷനും ഇവിടെ നമ്മൾ എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യമാണ്. അപ്പോൾ ഇതും നിങ്ങൾക്ക് ഈ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ഇനി ഇതേപോലെ തന്നെ ഈ ഒരു പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത ശേഷം റിമിക്സിൽ വന്നു കഴിഞ്ഞാൽ കവർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഇപ്പോൾ ഈ ഒരു പാട്ട്, ഈ ഒരു സോങ് പാടിയൊരു സ്റ്റൈലുണ്ട്, പക്ഷെ നിങ്ങൾ അത്രത്തോളം സാറ്റിസ്ഫൈഡ് അല്ല, നിങ്ങൾക്കത് വേറൊരു സ്റ്റൈലിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ റിമിക്സിൽ വന്ന് കവർ എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ആദ്യം ഇതൊന്ന് ക്ലോസ് ചെയ്തിട്ട് കമ്പസ് ക്ലോസ് ചെയ്തു, ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തു, റിമിക്സിൽ വന്നു, കവർ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. ഇനി നമ്മൾക്ക് ജനറേറ്റ് കൊടുത്താൽ നമ്മൾക്ക് ഇതിൽ ആ ഒരു സോങ്ങിനെ വീണ്ടും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മറ്റൊരു രീതിയിൽ പാടിത്തരും. ഇപ്പം ഇവിടെ തന്നെ നമ്മൾക്ക് എല്ലാ വിധത്തിലുള്ള ഇൻസ്ട്രക്ഷൻസും, അതായത് എല്ലാ സ്റ്റെപ്പിലും നമ്മൾക്ക് മാനുവലായിട്ട് പ്രോംപ്റ്റ് കൊടുത്ത് ഇൻസ്ട്രക്ഷൻസ് കൊടുത്ത് മാറ്റാൻ പറ്റും എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇവിടെ അഡ്വാൻസ്ഡ് ബട്ടൺസ് ഉണ്ട്, ഒരുപാട് ലിറിക്സുകൾ കാര്യങ്ങളുണ്ട്, എല്ലാത്തിലും നമുക്ക് ചേഞ്ചസ് വരുത്താം. അത് ഓക്കെ ആണെങ്കിൽ നമ്മൾ ജനറേറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പം നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സോങ്ങിൻ്റെ ആ ഒരു താളം കംപ്ലീറ്റ്ലി മാറ്റാൻ പറ്റും എന്നുള്ളതും എടുത്തു പറയേണ്ടത്. ഇനി ഞാൻ തൊട്ട് മുമ്പ് നിങ്ങൾക്ക് ഇവിടെ ന്യൂ സെഷൻ സ്റ്റാർട്ട് ചെയ്തു, പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഒരു ഇമേജ് അപ്ലോഡ് ചെയ്യാണ്. നമ്മളിവിടെ ഡൗൺലോഡ്സിൽ വന്നിട്ട് ഒരാൾ ഒറ്റക്ക് നടന്നു പോകുന്ന ഒരു പിക്ചർ അപ്ലോഡ് ചെയ്തു. ഇനി അതിന്ന് ഇൻസ്പയർഡ് ആയിട്ട് ഒരു സോങ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറയാണ്. നമ്മൾ ആ ഇമേജ് അപ്ലോഡ് ചെയ്ത ശേഷം എൻ്റർ കൊടുത്തു. ഇനി നമുക്ക് ആ ഒരു ഇമേജിൽ നിന്ന് സോങ് ക്രിയേറ്റ് ചെയ്ത് തരുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. സോങ് നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഒരു ഭയങ്കര കാമായിട്ടുള്ള ഒരു സോങ്ങാണ് ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുള്ളത്. 2 തരത്തിലുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് ഇത് അധികം ഇംഗ്ലീഷിലാവാൻ സാധ്യതയുണ്ട്. അത് ഇംഗ്ലീഷിലാണ് തന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നിങ്ങൾക്ക് ആ ഇമേജിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് മലയാളത്തിലാണ് സോങ് വരണമെങ്കിൽ നിങ്ങളത് കൃത്യമായിട്ട് പ്രോംപ്റ്റിൽ കൊടുക്കണം. ആ കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പം നിങ്ങൾ ഒരു സോങ് ഒക്കെ ക്രിയേറ്റ് ചെയ്തു, ഇനി നിങ്ങൾ എന്താണ് ഇത് ഗുഡ് ടു ഗോ ആണ്, നെക്സ്റ്റ് ഷെയർ ചെയ്യണം. അത് ഇൻസ്റ്റഗ്രാമിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഷെയർ ചെയ്യണം. അപ്പോൾ റാദർ ദാൻ ഷെയറിങ് സിമ്പിൾ ആ സോങ് ഒരു ബാക്ക്ഗ്രൗണ്ട് എഫക്റ്റും ഇല്ലാതെ നിങ്ങൾ ഷെയർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ റീച്ചിട്ട് കൃത്യമായിട്ടുള്ള വിഷ്വൽ എലിമെൻസുകൾ ആഡ് ചെയ്ത് നിങ്ങളത് ഷെയർ ചെയ്യുമ്പോഴാണ്. അപ്പോൾ അതിനും നമ്മൾക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്യാനുള്ള ഫംഗ്ഷൻ ഉണ്ട്. അപ്പം നിങ്ങൾ എല്ലാ ചേഞ്ചസും വരുത്തിയതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് വീഡിയോ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഇത്തരത്തിലുള്ള 4 രീതിയിലും നിങ്ങൾക്ക് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പം നിങ്ങൾ ഏത് സ്റ്റൈലാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അത് നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഇപ്പോൾ ഒന്നാമത്തത് ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് വേണ്ട സോങ്ങിൻ്റെ ആ ഒരു എലമെൻറ്റുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ആനിമേഷൻ ടൈപ്പ് വീഡിയോ ആണ്. അപ്പോൾ ഞാൻ അത് സെലക്ട് ചെയ്തു. അത് സെലക്ട് ചെയ്ത ശേഷം അത് വീഡിയോ ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യും. അതിന് മുമ്പ് നമ്മളോട് 2-3 ഫർദർ ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കും. ഓക്കെ,
ഓക്കെ, ഇവിടെ നമ്മൾക്ക് ഇപ്പം നമ്മൾക്ക് എന്താണ് സൈസ് വേണ്ടത്, ഹൊറിസോണ്ടൽ വേണോ വെർട്ടിക്കൽ വേണോ, അങ്ങനെ ഏതും നമുക്ക് ചോദിക്കാം. അപ്പം നമുക്ക് വെർട്ടിക്കൽ ടൈപ്പ് നമ്മൾ ചൂസ് ചെയ്തു. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ അടുത്ത അഡീഷണൽ ആയിട്ടുള്ള 2-3 അഡീഷണൽ പ്രോംപ്റ്റുകൾ, അതായത് നമ്മൾക്ക് എങ്ങനെയാണ് കറക്റ്റ് വേണ്ടത് എന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് ഇനി വേണമെങ്കിൽ പ്രോംപ്റ്റ് ഒക്കെ കൊടുക്കാം. ഇമേജ് ഇതാണ് കൊടുത്തു, നമ്മുടെ ആസ്പെക്ട് റേഷ്യോ, റെസൊല്യൂഷൻ എത്രയാണ്, ഡ്യൂറേഷൻ എത്രയാണ്, എസ്റ്റിമേറ്റഡ് ക്രെഡിറ്റ്സ് എത്രയാണ് പോവുക എന്നുള്ളത്. വീഡിയോ ക്രിയേഷന് അത്യാവശ്യം ക്രെഡിറ്റ്സ് പോകുന്നുണ്ട്. ക്രെഡിറ്റ്സ് എന്തായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഗൂഗിൾ ഫ്ലോയിൽ നമ്മളുടെ സബ്സ്ക്രിപ്ഷൻ അനുസരിച്ചിട്ട് ഒരു നിശ്ചിത ക്രെഡിറ്റ്സ് മാസത്തേക്ക്, ദിവസത്തേക്ക്, ആഴ്ചകൾക്ക് ഉണ്ടാകും. അപ്പോൾ ആ ക്രെഡിറ്റ് പോകും എന്നുള്ളതും ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ക്രിയേറ്റ് വീഡിയോ നൗ എന്നുള്ളത് ഇതൊക്കെ ഓക്കെയാണ്. ക്രിയേറ്റ് വീഡിയോ നൗ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. ഇനി നമുക്ക് സെറ്റിങ്സ് മാറ്റണമെങ്കിൽ അതിനും ഫംഗ്ഷൻ ഉണ്ട്. മേക്ക് മോർ സിനിമാറ്റിക് അങ്ങനത്തെയും ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് വീഡിയോ നൗ എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുത്തു. നമുക്ക് ലെറ്റ്സ് വെയിറ്റ് ഫോർ ദ റിസൾട്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ വീഡിയോ ക്രിയേഷൻ അത്യാവശ്യം സമയം എടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 2-3-4 മിനിറ്റ് വരെയൊക്കെ ഇതിൻ്റെ വീഡിയോ ക്രിയേഷന് സമയം എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതെന്തുണ്ട്, നമ്മുടെ വീഡിയോ ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ വീഡിയോ ഓൺ ദ വേ ആണ്. ഇറ്റ്സ് ഗോയിങ് ടു ടേക്ക് ടൈം. ഇതിൻ്റെ റിസൾട്ട് കിട്ടാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നിങ്ങളോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് ശരിക്കും ഇത് ഹെൽപ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ, നമ്മളെ വീഡിയോസ് ഹെൽപ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ഇടുക. അതേപോലെ തന്നെ മറ്റു സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. അതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് ഇത് ഹെൽപ്ഫുൾ ആവുന്നുണ്ട്, ആളുകൾക്ക് ഹെൽപ്ഫുൾ ആവുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോൾ എന്തായാലും നിങ്ങൾ താഴെ കമൻറ്റ് ഇടാൻ ശ്രമിക്കുക. ലെറ്റ്സ് വെയിറ്റ് ഫോർ ദ റിസൾട്ട്. നെഞ്ചിൽ നിറയെ സന്തോഷം, മഴയത്ത് ഞാനോടി വന്നു ആനന്ദന്റെ കടത്തിണ്ണയിൽ. വീഡിയോ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തായാലും നിങ്ങളുടെ കമൻറ്റുകൾ താഴെ പറയാൻ മറക്കരുത്. അതാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് റിയൽ ആയി കിട്ടുന്ന ഫീഡ്ബാക്കുകൾ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മീ.